ഹലോ. കുറച്ച് ദിവസമൊക്കെ കൂടി നല്ല ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. കുറച്ച് സമാധാനമൊക്കെ ആയിട്ടുള്ളൊരു ദിവസമാണ്. അണ്ണനെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് സമാധാനമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് എന്താ സിറ്റുവേഷൻ എന്നും അറിയണില്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. ശ്രീകുട്ടീനെ ഒന്നും ഈ അംസറിലോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല. പഞ്ചാബിൽ ബോർഡറായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ അവിടെ നന്നായിട്ടുണ്ടായിരുന്നു. അണ്ണന് ഡ്യൂട്ടിക്ക് കയറേണ്ട സമയമായിട്ടായിരുന്നു. അവിടെ ഒരു കസിൻ്റെ വീട്ടിൽ ശ്രീകുട്ടീനെയും കുഞ്ഞിനെ ആക്കിയിട്ട് അണ്ണനങ്ങോട്ട് പോവുകയും ചെയ്തു. ഇവരെ തിരിച്ച് ഇങ്ങോട്ട് വിടണം എന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ ഡൽഹിയിൽ വരണമായിരുന്നു ഫ്ലൈറ്റ് കിട്ടാനായിട്ട്. ടിക്കറ്റ് നോക്കി, ടിക്കറ്റും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസത്തെ ഓരോ ദിവസം കഴിഞ്ഞുള്ള ടിക്കറ്റ് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ടിക്കറ്റൊക്കെ റെഡിയായി. നമുക്കപ്പോൾ ടിക്കറ്റ് കിട്ടിയപ്പോൾ തന്നെ കുറേ ആശ്വാസമായിട്ടുണ്ടായിരുന്നു. എന്നാലും അണ്ണൻ അവിടെ ബോർഡറിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൂടെയുള്ളവരൊക്കെ രാത്രിയൊക്കെ ആകുമ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഓഫാക്കി ബങ്കറിലൊക്കെ ആണെന്ന് പറഞ്ഞു. അത് ഫാമിലി ആയിട്ട് രാത്രി ഫുള്ള് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇവരുടെ കാര്യം മാത്രമല്ല, ബാക്കി അവിടെയുള്ള എല്ലാവരുടെയും കാര്യം ഓർക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സാഹചര്യം, നമ്മുടെ വീട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ എപ്പോൾ വേണേലും പോകാമെന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. നമ്മളാകെ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. പക്ഷേ ടിക്കറ്റൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ട് നമ്മൾ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് എന്തായാലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അത് തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല, അണ്ണനെ ഡ്യൂട്ടി കയറി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം അവർ ഇപ്പോഴും കസിൻ്റെ വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ പെട്ടെന്ന് കുറേ ദിവസം ലീവ് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് കയറിയല്ലേ ഉള്ളൂ. ഇനി ഒരു ലീവ് പെട്ടെന്ന് കിട്ടുകയെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നിൽക്കുക. കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാവരും സേഫായിട്ടിരിക്കുവാണ്. നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമായി കേട്ടോ. ഒരുപാട് പേരുടെ ജീവൻ പോയിട്ടുണ്ട് ഇതിൽ. എന്നാലും ഒരു യുദ്ധത്തിലോട്ടൊന്നും പോവാതെ നിന്നുകൊണ്ട് ഒരുപാട് സമാധാനം. എല്ലാവർക്കും അതൊരു ആശ്വാസമാണ്. മൊത്തത്തിൽ ഒന്ന് സ്റ്റക്കായി നിൽക്കുമായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളൊന്ന് ഫ്രീ ആയി, ഓക്കെ ആയി. അപ്പം നമുക്കും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇനി ചെയ്യാനുണ്ട്. ഉണ്ണിയേണ്ട വർക്കുണ്ട്. അപ്പോൾ അതിനൊക്കെ പോകാനായിട്ട് നിൽക്കുക. നമുക്ക് മാങ്ങയുണ്ടോ പോയി നോക്കിയിട്ട് വരാം കേട്ടോ. ഇവിടെ മാങ്ങ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തൊന്നും ഇല്ല, ഒരു മാവിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് അതിൽ മാങ്ങയുണ്ടോ പോയി നോക്കിയിട്ട് വരാം. നമുക്ക് പോയി നോക്കാം കേട്ടോ, മാങ്ങ ഉണ്ടാവുമെന്ന്. ഉണ്ടാവുമെന്ന് ഉറപ്പൊന്നുമില്ല. ഒരു ചെറിയ കൊട്ടയൊക്കെ എടുത്തിട്ടുണ്ട്, പോയി നോക്കാം. ഇവിടെ വന്നപ്പോൾ തന്നെ ആ മാങ്ങയുടെ നല്ല മണമുണ്ട് കേട്ടോ. അവിടെ എവിടെയൊക്കെ ഓരോന്നേ ഉള്ളൂ. നല്ല എന്തൊരു മണ. ഇവിടെ ഇങ്ങനത്തെ മാങ്ങ കുറവാണ് കേട്ടോ. പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ മാവായിരിക്കും കൂടുതലുണ്ടാവുക. നമ്മുടെ ഇവിടെ ഈ മാവ് കുറവാണ്. ഇവിടെ ഒരു മാവുണ്ട്, പിന്നെ ഈ ഭാഗങ്ങളിലൊന്നും ഈ മാവില്ല. ഇങ്ങനത്തെ തപ്പണം കേട്ടോ. അത് വലിയ മാവായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് പഴുത്ത് വീഴുന്നുള്ളൂ. എവിടെയെങ്കിലൊക്കെ കിടക്കുന്നുണ്ടാവും. നോക്കി പോകുമ്പോൾ ഓരോന്ന് കിട്ടും. പച്ച എവിടെയൊക്കെ ഓരോ മാങ്ങയുണ്ടേ. ആരെങ്കിലും പറിക്കുമോയെന്ന് അറിയില്ല. നമുക്കൊരു മൊത്തം തപ്പിയാൽ ചിലപ്പോൾ ഒരു കറിക്കുള്ളത് കിട്ടും. വലിയ മാവ്, പക്ഷെ പഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ മാങ്ങ. അതും ആദ്യമായിട്ട് പഴുക്കുന്ന ഇവിടെ കേട്ടോ. ഈ കുഞ്ഞ് നാട്ടുമാങ്ങയില്ലേ, നല്ല മണമല്ലേ, അങ്ങനത്തെ മാങ്ങയാണേ. നല്ല മണമാണ് അതിന്. അപ്പോൾ നമുക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവുക കേട്ടോ. ഉണ്ണിയേട്ടനൊക്കെ പണ്ട് സ്കൂളടയ്ക്കുമ്പോൾ സ്ഥിരം വന്ന് പെറുക്കിക്കൊണ്ടിരുന്നത്, രാവിലെ നേരം വെളുക്കുന്നതിന് മുന്നേ വന്ന് പെറുക്കിക്കൊണ്ടിരുന്ന മാവാട്ടോ. പിന്നെ ഈ മാവിൻ്റെ ചോട്ടിൽ തന്നെ ആയിരിക്കും വീഴുന്ന എടുത്ത് കഴിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികളുണ്ട്, അവർ മാത്രമേ വന്ന് പെറുക്കലുള്ളൂ. വേറെ ആരും കുട്ടികളൊന്നും വന്ന് പെറുക്കൽ കുറവാണ് ഇപ്പോൾ. നമുക്ക് പോവാം. നമുക്ക് അട ഉണ്ടാക്കാം കേട്ടോ. അട ഉണ്ടാക്കാനായിട്ടേ വാഴയില എടുക്കാൻ വന്നാൽ വാഴയിലയിൽ നമ്മൾ ചുട്ടിട്ടാട്ടോ അട ഉണ്ടാക്കാൻ പോകുന്നത്. വാഴയില പരത്തി പിന്നെ വാഴയിലോട് കൂടി കല്ലിൽ വെച്ച് ചുട്ടെടുക്കും. അങ്ങനത്തെ അടയാട്ടൊന്നും ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വാഴയില എടുക്കാൻ വേണ്ടി വന്നത്. ഇത് നല്ല വലിപ്പമുള്ള വാഴയില, കുറേ കീറിയതുണ്ട്. എന്നാലും നമുക്ക് ചില സൈഡിലുള്ള ഇല നല്ല പൊട്ടാത്ത വീതിയുള്ള ഇല കിട്ടും. ഇത്രയും വാഴയില എടുത്തിട്ടുണ്ട് കേട്ടോ. ചിലത് കീറിയതാണേ, പക്ഷെ നല്ല വീതി ഉള്ളതുകൊണ്ട് നല്ല മൂത്തില നോക്കി എടുത്താൽ കേട്ടോ. അതിൻ്റെ ഇടയിലും കീറാത്ത കുഞ്ഞിലകളുണ്ടായിരുന്നു, പക്ഷെ വീതി നോക്കിയിട്ട് അങ്ങനെ എടുത്തതാണേ. അപ്പോൾ നമുക്ക് പോയിട്ട് അട ഉണ്ടാക്കാം.
തേങ്ങ എടുത്തിട്ടുണ്ടേ, നമുക്ക് ശർക്കര ഇല്ലായിരുന്നു, മൊത്തം കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ഏലക്കയാണ് ഇടുന്നത്, പഞ്ചസാരയാണ് ഇടുന്നത്. പിന്നെ നമ്മളതിലോട്ട് കുറച്ച് ചതച്ച ഏലക്കയും കൂടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകം ഇടുന്നുണ്ട്. നമ്മൾ അട ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടിയാട്ടോ എടുക്കുന്നത്. അതിലോട്ട് കുറച്ച് റവയും കൂടി എടുക്കുന്നുണ്ട്, കുറച്ച് റവയും കൂടി ചേർക്കുന്നുണ്ട്. നല്ല ചൂടുവെള്ളം, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ല ചൂടുവെള്ളം ആട്ടത്തിലോട്ട് ഒഴിക്കുന്നത്. തിളച്ച വെള്ളമാണ്. എന്നിട്ട് നിന്ന് ഇളക്കാതെ എല്ലാം നമുക്ക് ഈ ഒരു വീതിയിൽ ഇങ്ങനെ കീറിയെടുക്കാം കേട്ടോ. ഇത്രയൊക്കെ മതി, ഒരുപാട് വീതി വേണ്ട. ചെറിയ ദോശക്കല്ലേ. ഇതിൽ നിന്നിട്ട് ഇനി പരത്തിയെടുക്കണം. മാവ് ഒരു കുഴഞ്ഞ പരുവാണ് കേട്ടോ. ഇതുണ്ടോ, ഈ കുഴഞ്ഞ പരുവാണേ. ഇതിലോട്ട് പരത്താം. നല്ല കട്ടി കുറച്ച് വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ വേവാനൊക്കെ താമസം വരും. പിന്നെ ടേസ്റ്റ് എനിക്കിപ്പോഴും കട്ടി കുറച്ച് പരത്തിയെടുക്കുന്നതായിട്ടാണ് തോന്നിയിരിക്കുന്നത്, നല്ല ടേസ്റ്റുള്ള പോലെ. മധുരം വെക്കാം കേട്ടോ. മൊത്തത്തിൽ മധുരം പടർത്തി മൊത്തം ആക്കി കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ വാഴയിലയുടെ ഒരു സൈഡിലേ ഇപ്പോൾ ആക്കിയിട്ടുള്ളേ. എന്നിട്ട് പകുതി വെച്ചങ്ങ് മടക്കുക. നന്നായിട്ട് അമർത്തി കൊടുക്കുക. വാഴയില അമരാനായിട്ട് വിട്ടു പോരരുതല്ലോ. വിട്ടു പോരും തുറപ്പാണെങ്കിൽ ഒരു ഈർക്കലി കുത്തി കൊടുത്തത് നല്ലത്. തീരെ കട്ടിയില്ല കേട്ടോ, ഈ ഒരു പരുവയുള്ളേ. ദോശക്കല്ല് വെക്കാം. കുറച്ച് എണ്ണയൊന്ന് തൂക്കി കൊടുത്തിട്ടാട്ടോ ദോശക്കല്ല് വെക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദോശക്കല്ല് ഒരുപാട് ഡ്രൈ ആയി നമുക്ക് അടുത്ത പ്രാവശ്യം അപ്പവും ദോശയൊക്കെ ചൂടുമ്പോൾ വിട്ട് കിട്ടാൻ പാടുണ്ടാവും. എണ്ണ തൂത്ത് കൊടുത്താൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്നായി കിട്ടാൻ നല്ലതാണ് കേട്ടോ. എണ്ണയിലോട്ടാട്ടോ ഇടുന്നത്. വാഴയില വേഗം വാടുകയും ചെയ്യും. ഇവിടെ നിന്നാവട്ടെ. ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി എടുക്കാനായിട്ട് പോവുക. ഒന്നിൽ മധുരം ഇല്ലാണ്ടാട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് മധുരം വേണ്ട. മധുരമില്ലാതെ തേങ്ങ മാത്രം വെച്ച് കുറച്ച് ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള തേങ്ങയും കൂടെ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ മുറ്റത്ത് കുറേ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വള്ളി കയറ്റി വിട്ട് സാധാരണ കുറേ കഴിഞ്ഞിട്ടൊക്കെ അല്ലേ ഉണ്ടാവുക. വള്ളി കയറ്റിയപ്പോൾ തന്നെ വേഗം നമ്മളൊന്ന് നെറ്റ് കെട്ടിയല്ലോ, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പടർന്നപ്പോഴത്തേക്ക് പാഷൻ ഫ്രൂട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിറയെ കായുണ്ട്. പക്ഷെ അത് ഏതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അതൊന്ന് കുറേ നമ്മൾ എടുത്ത് വിടാനുണ്ട്. പിന്നെ മുകളിലായിട്ട് പുറകിലെ ഒരു പാഷൻ ഫ്രൂട്ട് വള്ളി പണ്ടങ്ങാണ്ട് എപ്പോഴോ ഏതോ കാലത്തിട്ടാട്ടോ, നമ്മൾ നട്ടൊന്നുമല്ല, തനിയെ വളർന്നു വന്നാണ് വീട്ടിൻ്റെ പുറകിലായിട്ട്. അതിങ്ങനെ മുകളിലോട്ട് പോയിട്ട് ഇപ്പോൾ കാട്ടിൻ്റെ അകത്ത് കിടന്ന് കായ്ക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ പാഷൻ ഫ്രൂട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വള്ളി കയറ്റി വിടണം, അല്ലെങ്കിൽ അത് മൊത്തം നിലത്ത് കിടന്ന എലിയൊക്കെ തിന്ന് പോകത്തേ ഉള്ളൂ. വെറുതെ എന്തെങ്കിലുമൊക്കെ തിന്ന് കുറേ ഓട്ടയൊക്കെ വീണ് നാശമായി പോകത്തേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വള്ളി കയറ്റി വിടണം. കഴിക്കാനായിട്ടുണ്ട് കേട്ടോ. കഴിക്കട്ടെ കേട്ടോ. ഇലയുടെ ചെറുതായിട്ട് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇലയുടെ നല്ലൊരു മണമൊക്കെ ഉണ്ട്. നമുക്ക് കഴിച്ചിട്ടേ പാഷൻ ഫ്രൂട്ടിനൊരു വള്ളി കെട്ടി കൊടുക്കുക കേട്ടോ. ഒന്നല്ല, ഒരു 2-3 വള്ളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കൊടുക്കാം. നിലത്ത് കൂടെ കിടക്കുക കേട്ടോ. കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് പാഷൻ ഫ്രൂട്ട് ഉണ്ട്. വെറുതെ പടർന്നേക്കുന്ന കാട്ടിൽ കൂടെ കുറച്ച് സ്ഥലമുള്ളൂ കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട്, പിന്നെ അപ്പുറത്ത് വേറൊരു ചേട്ടൻ്റെ സ്ഥലമാണ്. ആ കടു പിടിച്ചെടുക്കുന്നത് കേട്ടോ. കിളിയൊക്കെ കഷ്ടിച്ചെന്ന് വിത്ത് വീണിട്ട് അങ്ങനെ വളർന്നേക്കുന്നതാണ് കേട്ടോ. ഒരു വള്ളിയിൽ നിന്ന് അങ്ങനെ മുകളിലോട്ട് വന്നിട്ട് പടർന്നേക്ക് നല്ല കട്ടിങ് ആണ് പുറകു ഭാഗത്തായിട്ട്. അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു
അത് നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അതിലാണ് കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല വലുപ്പമുള്ള കായാണേ. നമ്മൾ മുറ്റത്ത് കയറ്റി വിട്ടിട്ട് പോലും ഇത്രയും വലുപ്പമുള്ള കായയില്ല. അപ്പം അമ്മ ഇന്നലെ അവിടെ കാടൊക്കെ കുറേ ഉണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞു. വലിയ പുല്ലൊക്കെ ആയിരുന്നു കേട്ടോ, അതൊക്കെ വെട്ടിക്കളഞ്ഞു. കായ ഉണ്ടായിട്ട് നല്ല വലുപ്പമുണ്ട്. അതാണ് ഇപ്പോൾ വള്ളി കെട്ടിവിടാമെന്ന് വിചാരിച്ചത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കൊടുക്കണേ ഉള്ളൂ, ദൂരത്തോട്ട് കെട്ടുന്നില്ല ആണോ? പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി കയറ്റി വിടുമ്പോഴേ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടോ? കായും കൂടി ഉള്ളതുകൊണ്ട് വെയിറ്റ് ഉണ്ടാവും. പയ്യെ വള്ളിയൊക്കെ കെട്ടിയിട്ട് കയറ്റി വിടുവാണ് കേട്ടോ. അത് ഈ വള്ളി വേഗം ഒടിയാനുള്ള സാധ്യതയുണ്ട്. പാഷൻ ഫ്രൂട്ടും കൂടെ അയക്കുന്നതുകൊണ്ട് താഴെ പോയിട്ട് വാ. ഇതിന് നമുക്ക് ഈ ചീമക്കൊന്നയുടെ ഇടയിൽ കൂടെ താഴ്ന്ന് എടുത്താണേ, താഴോട്ട് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് തൂങ്ങിക്കിടന്നിട്ടേ നല്ല വെയിറ്റ് ഉണ്ട്. ചീമക്കൊന്നയുടെ ഇടയിൽ കൂടെ അപ്പുറത്തെടുത്തിട്ട് വള്ളി കയറ്റി വിടാം. ഈ ഒരു വള്ളിയിൽ മുകളിലോട്ട് പോയിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. കോണി വഴി വേണം ഇറങ്ങാനായിട്ട്. കോണി വഴി ആട്ടോ കയറിയത്, കോണി വഴി തന്നെ ഇറങ്ങണം. ഇറങ്ങൽ ഇച്ചിരി പേടിയാണ്. എന്താ വെച്ചാൽ മൺതിട്ടയോട് ചേർന്നിരിക്കുന്നതേ ചെരുപ്പ് വെച്ച് ചവിട്ട് കിട്ടാൻ ഇച്ചിരി പാടാ. കുരുമുളക് പറിക്കാൻ കൊണ്ടുവന്നേ ഇനിയാട്ടോ. ഇത് അതെന്താ അതിൻ്റെ പേര് പറ? കൂടാണോ? അപ്പൊ അണ്ണാൻ്റെയോ? ഇതോ? അതെവിടെയുള്ളേ? മരത്തില്. അപ്പൊ തേനീച്ചയുടെ കൂടോ? ഓക്കെ. കിളിയുടെ കൂടോ? കിളി അതെ. ആ പട്ടിയുടെ കൂടോ? ഇത്രയും മുകളിലാണോ? ശരി. ഈ ബുക്കിലൊക്കെ കിളിയുടെ കൂടെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന കൂടൊക്കെ അല്ലേ വീടുകളിൽ വളർത്തുന്ന. തനുവിന് ശരിക്കും അത് കാണുമ്പോൾ മനസ്സിലാവില്ല. ഇവിടെ കണ്ടേക്കുന്ന സാധാ കിളികൾ തന്നെ ഇവിടെ നമ്മുടെ മുറ്റത്തൊക്കെ മരങ്ങളിലൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ട്, കുഞ്ഞ്. ഇത് കാണുമ്പോൾ ഇത് കിളിയുടെ കൂട് ഇങ്ങനെയല്ലല്ലോ അമ്മ, ഇങ്ങനെയുള്ള കൂടല്ലേ അങ്ങനെയൊക്കെ പറയായിരുന്നു. ഇപ്പം കണ്ട് ശീലമായപ്പോൾ പറഞ്ഞുതരാം. രാവിലെ തന്നെ രണ്ടുപേരെയും കുളിപ്പിച്ചു കേട്ടോ. കുളിപ്പിച്ചിട്ട് വന്ന വഴി ഒരു ബുക്കും എടുത്ത് വന്നിരിക്കുക. എന്താ, തനു 2 പ്രാവശ്യം കുളിച്ചു. കുഞ്ഞിനെ രാവിലെ കുളിപ്പിച്ചു. അപ്പോൾ അതിന് മുന്നേ തനുവിനെ കുളിപ്പിച്ചു ആദ്യം. അപ്പോൾ തനു കുഞ്ഞിനെ കുളിപ്പിക്കാൻ നേരത്ത് വീണ്ടും വന്ന് അവനെ കുളിപ്പിക്കാനൊക്കെ നോക്കി മേത്തൊക്കെ സോപ്പാക്കി വീണ്ടും ഒന്നുകൂടെ കുളിച്ചു. അല്ലട പൊന്നാ, അടങ്ങിക്കിടക്ക് അമ്മ. ഒരു മിനിറ്റ്. ഇല്ല, മുഖത്തൊന്നും ചെയ്യില്ല അമ്മ. മുഖത്തേ കുഞ്ഞിച്ചെറുക്കൻ്റെ മുഖത്ത് അമ്മ എന്തോ ചെയ്യാൻ പോവാന്ന് വിചാരിച്ചിട്ട് അവൻ എന്താക്കണേ. ചന്ദനം തൊട്ട് രാവിലെ. കുഞ്ഞപ്പ കുളിക്കണേന് ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു സങ്കടവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കുളിപ്പിച്ചാൽ മതി. ഒരു ഉച്ച വരെയൊക്കെ കുഴപ്പമില്ല. ഉച്ച കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീടൊക്കെ ഒന്ന് ചെറിയൊരു ചൂട് വരുമ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഒരു പൊതുവേ രാവിലെയൊക്കെ തണുപ്പുണ്ട്. അത് ഇനി വെയിലൊക്കെ ആയി കഴിഞ്ഞാൽ ചൂടങ്ങാകുമ്പോഴത്തേക്കും പിന്നെ ഒട്ടും ചൂട് പറ്റുന്നില്ല. ഞങ്ങൾ പാലക്കാട് പോയൊന്നും അവിടുത്തെ ആ ചൂട് പോലും ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വണ്ടിയിൽ വന്നപ്പോൾ ആൾ ഓക്കെ ആയി. ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ഊരിയുടെ ഹാളിൽ നല്ല ഫുൾ ഫാൻ ഇട്ടിട്ട് പുറത്തുനിന്നുള്ള കാറ്റ് കിട്ടുന്ന പോലെ കിടത്തുക ചെയ്യുക. അതിൽ സിറ്റൗട്ടിൽ കൊണ്ട് കിടക്കും. വീടിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് ചൂടാകുമ്പോൾ ആ ചൂടുണ്ട്, പക്ഷെ പുറത്തെപ്പോഴും കാറ്റുള്ളതുകൊണ്ടൊരു തണുപ്പുണ്ട്. പിന്നെ ഒന്നെങ്കിൽ പുറത്ത് കൊണ്ട് കിടത്തുക ചെയ്യുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് അത്യാവശ്യം കരച്ചില്ല. ഉച്ച കഴിയുമ്പോഴത്തേക്കും കിണങ്ങാൻ തുടങ്ങും. എവിടെയും കിടക്കില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഉറക്കം വരാൻ തുടങ്ങിയപ്പോഴാണ് കൊണ്ടുപോയി കുളിപ്പിച്ചത്. ഇനി ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു. നേരത്തെ 5 മണിയും കണ്ടായപ്പോൾ എഴുന്നേറ്റതാണ്. എന്താ പൊന്നാ? പൊന്നുവേ വിശക്കുന്നുണ്ടോ? പാല് തന്നാണല്ലോ അമ്മ. നഖമൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കട്ടെ, നിറയെ നഖമായിട്ടുണ്ട്. കുഞ്ഞിച്ചി നീങ്ങിയിരിക്കും. അമ്മ ഇവിടെ കിടത്തിയിട്ട് നഖം വെട്ടിക്കൊടുക്കട്ടെ. നഖം വെട്ടാനായിട്ട് ഇങ്ങനത്തെ സെറ്റ് വാങ്ങി വെച്ചേക്കുവാണ്. നല്ല നെയിൽ കട്ടറായിട്ട് ഇതിത്തെ നല്ല മുറിച്ചുണ്ടാകും. വലുതുണ്ട്, പിന്നെ ചെറുതുണ്ട്, 2 കത്രികയുണ്ട്, ഒരു പ്ലക്കർ, അങ്ങനത്തെ കുറച്ച് നമുക്ക് അത്യാവശ്യം വേണ്ട കുറേ സാധനങ്ങളാണ് കേട്ടോ. കുറേ കാലം ഉപയോഗിക്കുകയും ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതിനൊരു 250 രൂപയോളം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സെറ്റിനെ.
പക്ഷെ നമുക്ക് അത്രത്തോളം ഉപകാരമുള്ളൊരു സാധനം കേട്ടോ. കുഞ്ഞിൻ്റെ നെയിൽ കട്ടർ ഞാൻ അതിലിട്ട് വെക്കാം. അത് വേറെ കേട്ടോ, അത് കുഞ്ഞത് ചെറുതാണ്. സാധനത്തിൻ്റെ പേര് പറ, അപ്പം വീട്ടിൽ പറഞ്ഞുതരാം. എന്തോ ചെടി നടുമ്പോ എന്തൊക്കെ ചെയ്യാം? ആദ്യം എന്ത് ചെയ്യാം? ചെടിക്ക് അല്ല, ചെടി നടാൻ പോണതിന് മുന്നേ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? കൃഷി ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്കൊക്കെ വെട്ടി കഴിഞ്ഞു. അപ്പം ഞങ്ങളിഞ്ഞ് പാലൊക്കെ കുടിച്ചിട്ട് ഉറങ്ങാൻ പോവാണ്. കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ പിള്ളേർ കിടന്നുറങ്ങും. ഇവന് ഉറങ്ങില്ല കേട്ടോ. ഇന്ന് ഉറക്കം വരുന്ന പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ചിലപ്പോൾ ഉറങ്ങും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഹാളിൽ ഒരു പായിട്ടിട്ട് അവിടെ കിടത്തും. കുറേ നേരം കളിച്ചിട്ട് അങ്ങനെ ഉറങ്ങിക്കോളും. തനു കുഞ്ഞിനോട് കിടത്തിയിട്ടോ. അവൻ്റെ ഒരു ബലൂൺ ഉണ്ട്, അതും കൈ കൊടുത്തു. അപ്പോൾ അതൊക്കെ പയ്യെ അനക്കിയുടെ കിടക്കും. ഉടുപ്പ് വയലിടുവാണോ? കളിച്ചോ. മാങ്ങ ഫുള്ള് ഞെക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് പോലെ ആയിട്ട് കുടിക്കാൻ നല്ല രസമാണ്. കുറേ ഞെക്കി അങ്ങനെ ആക്കി വെച്ചേക്കുക. നല്ല മധുരമുള്ള മാങ്ങയാണേ. മേത്ത് കൂടെ ആക്കല്ലടാ, അമ്മ കുളിപ്പിച്ചല്ലേ രാവിലെ. ആണോ? അവിടെ നിന്നിട്ട് കഴിക്കാം. അപ്പോൾ കൈ കൂടെ പോയാലും കുഴപ്പമില്ല, ഉടുപ്പിലാവില്ലല്ലോ. മാങ്ങ നമുക്ക് ബാക്കിയുള്ള മാങ്ങ കറി വെക്കാം കേട്ടോ. നമുക്ക് പോയിട്ട് ഒരു വാഴക്കൊമ്പും കൂടെ എടുത്തിട്ട് വരാം. വാഴച്ചുണ്ട് തോരനും വെക്കാം, മാങ്ങാക്കറിയും വെക്കാം. തനുവും വരുന്നുണ്ടെന്ന് പറഞ്ഞു. മാങ്ങയൊക്കെ തന്ന് ഫുള്ള് മേത്ത് കൂടെ ആക്കിയിട്ടുണ്ട്. കൈ കഴുകിയോ? ഉടുപ്പ് മാറ്റേണ്ടി വരില്ല, ഇനി ചിലരും കൂടെ കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. വാ അടുത്ത് വാ, തുടച്ച് കളയട്ടമ്മ. വാഴച്ചുണ്ട് എടുക്കാൻ തോട്ടിയൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ നമുക്ക് കൈ എത്തുന്നിടത്ത് തന്നെ വാഴച്ചുണ്ടുണ്ട്. ഒടിച്ചെടുക്കുവാണിത്. ഒന്നെടുത്തിട്ടുണ്ട്, നമുക്ക് ഒന്ന് തന്നെ മതിയാവും കേട്ടോ. പോവാം. വാഴച്ചുണ്ട് നമുക്ക് കഴുകിയിട്ട് പോവാം കേട്ടോ. നമ്മൾ വാഴച്ചുണ്ട് എടുത്തതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഉറവയുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് കുടിവെള്ളത്തിന് ഓസിട്ടില്ലേ, ആ ഉറവയാട്ടോ ഇത്. നല്ല വെള്ളമാണ്. ഈ മലയുടെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന ഉറവ വെള്ളം. ഏതാണ്ട് നമ്മൾ ഓസിടുന്നതിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ഇത് ഉണ്ടാവുന്നത്. ഉറവ നല്ല തണുപ്പാണ്. കത്തി ഒന്ന് തേച്ചെടുക്കണേ ആദ്യം, എന്നാലേ നമുക്ക് ആ വാഴക്കൂമ്പൊന്ന് നേരെ കൊത്തി അരിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. കത്തിക്ക് നല്ല മൂർച്ച കുറവാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ചക്കയൊക്കെ മുറിക്കുന്നുണ്ടോ തന്നെ. വെള്ളാരം കല്ല് പൊടിച്ചതും വെള്ളാരക്കല്ലിൻ്റെ കൊഴുപ്പ്. അത്യാവശ്യം മൂർച്ചയായിട്ടുണ്ടേ. ലാസ്റ്റത്തെ ചെറിയ തരി പൊടികളുണ്ടെങ്കിൽ ഒന്ന് തേച്ച് കൊടുത്ത് നല്ല മൂർച്ചയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നേ. വാഴച്ചുണ്ട് അരിഞ്ഞെടുക്കട്ടെ. കൊത്തി അരിയുന്നതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ ഞാനേ അതിൻ്റെ ആ പുറമേ ഉള്ള കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ടാട്ടോ കൊണ്ടുവന്നത്. കഴുകിയെടുത്തുകൊണ്ട് വന്നത് വെള്ളത്തിലോട്ട് അരിഞ്ഞിടുക. ചെറുപയറൊക്കെ വെച്ചിട്ടാണ് സാധാരണ അമ്മയൊക്കെ തോരൻ വെക്കുക. ഞാനിപ്പം എന്തെങ്കിലും കറി വെക്കണമല്ലോ എന്ന് വിചാരിച്ചങ്ങനെ നോക്കിയപ്പോഴാണ് വാഴച്ചുണ്ട് കാര്യം ഓർത്തേ. അപ്പോൾ ചെറുപയറൊന്നും വെള്ളത്തിലിട്ടതോ കുതിർത്തിയതൊന്നുമില്ല. വാഴച്ചുണ്ട് തന്നെയായിട്ട് കറി വെക്കാം. വാഴക്കൂമ്പ് തന്നെ ഫുള്ള് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കേ മാങ്ങയൊന്ന് പൊളിച്ചെടുക്കാം, തോല് പൊളിച്ചെടുക്കാം, മാങ്ങാക്കറി വെക്കാം. നല്ല മണം കേട്ടോ, രക്ഷയില്ലാത്ത മണം. കുറച്ചെടുത്ത് കറി വെക്കാം. നല്ല പഴുത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ തോലിൻ്റെ കൂടെ കുറച്ച് വരുവാണിത്. ഒരുപാട് പഴുത്തയാണെങ്കിൽ അങ്ങനെ വരുന്നില്ല. മാങ്ങയും പൊളിച്ചെടുത്തു കേട്ടോ. ഇത്ര മാങ്ങയുള്ളൂ. ചെറിയ മാങ്ങ ആയതുകൊണ്ട് തീർന്നോളും. കഴിക്കുമ്പോൾ 1-2 മാങ്ങയൊക്കെ ആയിട്ട് കഴിച്ചോളും. മാങ്ങ വേവിക്കാനായിട്ട് ചട്ടിയും കുറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞതിടുവാണ്. ഇതിലോട്ട് മാങ്ങയും കൂടി ഇടുവാണേ. 5, 6, 7, 8 മാങ്ങയുണ്ട്.
നന്നായിട്ട് വേവട്ടെ കേട്ടോ. മാങ്ങ വെന്ത് വരാനൊക്കെ ഇച്ചിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ അപ്പുറത്തെ അടുപ്പിലും തീ ഉണ്ടായിരുന്നു. രാവിലെ കുടിവെള്ളം വെച്ചു, ചോറ് വെച്ചോ, നേരത്തെ തന്നെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടടുപ്പിലും തീ കത്തിച്ചു. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയതൊക്കെ ആയിട്ട് രണ്ടടുപ്പിലും തീ ഉള്ളതുകൊണ്ട് വേഗം ഞാൻ അതിലോട്ടും തീ കത്തിച്ചിട്ട് മാങ്ങ അതിലോട്ട് വെച്ചു. നമുക്കിതിൽ തോരനും കൂടെ വെക്കാം. ചട്ടി ചൂടായി വരുന്നുണ്ട്. രാവിലെ മുതൽ തീ കത്തുന്നു ആയതുകൊണ്ട് നല്ല ചൂടാണ്. ഇവിടെ ഇരിക്കുമ്പോഴും നല്ല ചൂടാട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ മുഖമൊക്കെ ഇങ്ങനെ ഒരുമാതിരി കളറാവും, റോസ് കളർ പോലെയൊക്കെ ചൂടടിച്ചിട്ട്. നമുക്ക് തണുപ്പുള്ള സമയത്ത് ഈ കോടയൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചെറിയ ചൂടും ഉണ്ടാവും, പുറത്ത് മഴയും തണുപ്പൊക്കെ ഉള്ള സമയത്ത്. പക്ഷെ വേനൽ വരുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടാവും. മുകളിൽ ഷീറ്റാണ്, അതിൻ്റെ ഒരു ചൂടുണ്ടാവും. അവിടെ ഇടനെയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ടൊക്കെ നിൽക്കുമ്പോൾ അത്ര ഇങ്ങോട്ട് വെയിൽ വരത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇടനെ ഒന്ന് വെട്ടി. ഇടയ്ക്കൂടെ ഒരു കാറ്റ് വരുമ്പോൾ ഒരു ആശ്വാസം. എണ്ണ ചൂടായി തുടങ്ങി. കടുക് വറുക്കട്ടെ. കടുക് വറുത്തു. സവാള ഇടുകയാണേ. സവാള നന്നായിട്ടായിട്ടുണ്ട്. അതിലോട്ട് വാഴച്ചുണ്ട് അരിഞ്ഞത് ഇടുകയാണ്. കൂമ്പിന് വേണ്ടിയിട്ട് അരയ്ക്കാനാണ്, അതൊന്ന് ചതച്ചെടുക്കാനാണ്. തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കൂടി എടുത്താൽ നമുക്ക് ചതച്ചെടുക്കാം. ഇതിലോട്ട് നമ്മൾ തേങ്ങ ചതച്ചതും കൂടി ചേർക്കുവാണേ. മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കായിരുന്നു, വേവട്ടെ. മാങ്ങയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും കുറച്ച് ജീരകവും കാന്താരിയും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാങ്ങയ്ക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അരച്ച അരപ്പ് ചേർക്കുക. നന്നായിട്ട് മാങ്ങയും ഉള്ളിയും വെന്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അരപ്പിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് തിളച്ച് വരട്ടെ, ഇറക്കാം. അരപ്പൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കാം കേട്ടോ. ഇത് മാങ്ങക്കറി തിളച്ചിട്ടുണ്ട് കേട്ടോ, ആയിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇറക്കാം കേട്ടോ. കടുകും കൂടെ ഒന്ന് വറുത്ത് ചേർക്കാം. കടുക് വറുത്തു. ചെറിയുള്ളി ഇതിലോട്ട് ഇടുവാണേ. മാങ്ങയ്ക്ക് ചേർക്കാനായിട്ട് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. കടുക് വറുത്തത് കഴിക്കാൻ പോവാം. ചോറെടുത്തേ, കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ. വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. കുറച്ച് ചോറ് എടുത്തിട്ടുള്ളേ. പിന്നെ മത്തി കറി വെച്ച് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്, അത് കുറച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തോരൻ കുറച്ചധികം എടുക്കുന്നുണ്ട് കേട്ടോ. കഴിക്കട്ടെ. നമ്മൾ തോരൻ വയ്ക്കുന്ന സമയത്ത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിടുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വെറുതെ തേങ്ങ ഇടുന്നതിനെക്കാട്ടും നല്ലത്. മത്തിക്കറി ഉണ്ടായിരുന്നു കുറച്ച് ബാലൻസ്, അത് നന്നായിട്ട് വറ്റിച്ചെടുത്താണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. കഴിക്കട്ടെ. മാങ്ങ കൂട്ടി കുറച്ച് കാച്ചിൽ വിത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നടാനായിട്ട് പോവുകയാണേ. നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ കുറേ കാച്ചിൽ വിത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ നട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുളച്ചൊക്കെ വന്ന സമയമായപ്പോഴാണ് നമ്മൾ പറമ്പിൽ ഹിറ്റാച്ചി കയറ്റി. അതെവിടെയാണ് പോയത്, എങ്ങോട്ടാണ് പോയതെന്ന് പോലും അറിയത്തില്ല. എവിടേക്കോ നട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം നമ്മൾ വീണ്ടും കുറച്ച് വിത്തിന് വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നട്ടേന്ന് കുറച്ച് ഈ മോൾ സൈഡിലായിട്ട്, റോഡിൻ്റെ മോൾ സൈഡിലായിട്ട് നട്ടതിൽ മാത്രം കിട്ടിയ കാച്ചിലുകളാണ് കേട്ടോ ഇത്. അപ്പം എന്തായാലും കുറേ പേര് വിത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വിത്തിന് കൊടുക്കാനായിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെ കൊടുക്കാതിരുന്നത്. ഇത് നട്ടിട്ട് ഇനി അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഉണ്ടാവും. ഇനി ഹിറ്റാജി ഒന്നും ഇറക്കത്തില്ല, അപ്പോൾ അത്യാവശ്യം വിത്തുണ്ടാവും. ഇനി അടുത്ത വർഷം കറക്കലൊക്കെ വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. നമുക്കുള്ളത് ആവശ്യത്തിന് കാച്ചിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മുറിക്കണം. ഇത് അവിടെ നടാൻ വെച്ചിട്ടേ നടാതിരുന്ന് മുളച്ച് തന്നെ വള്ളിയൊക്കെ വന്നു. എന്നാൽ വള്ളി ഒന്ന് മുറിച്ച് കളയുന്നുണ്ട് ആദ്യം. വള്ളി കളഞ്ഞിട്ട് പിന്നെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് നടാം.
നമ്മൾ ഈ നീലക്കാച്ചിലിൻ്റെ മോൾ ഭാഗം മുള വന്ന ഭാഗത്ത് ഒരു ഇത്ര വെച്ച് മുറിച്ചെടുക്കുവാണേ. നല്ലതൊരു കഷ്ണം നടാനായിട്ട്. പിന്നെ ബാക്കിയുള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക കേട്ടോ. ഇതൊരു കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്രയും വിത്തുണ്ട്. ഇനി താഴെയും കുറച്ച് വിത്തുണ്ട്. അതെല്ലാം നമുക്ക് നടാം. കുറച്ച് ദിവസം മുന്നേ ഒരു മൂട്ടിപ്പഴത്തിൻ്റെ ഒരു തൈ കൊണ്ടുവന്നിട്ടുണ്ട്. മൂട്ടിപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ റംബൂട്ടാൻ പോലത്തെ ഒരു പഴമാണ് മൂട്ടിപ്പഴം. അതിൻ്റെ ഒരു മരമാട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല അത്. അമ്മയും ഉണ്ണിയേട്ടനൊക്കെ കഴിച്ചിട്ടുണ്ട്. അവരൊക്കെ പണ്ട് കാട്ടിലൊക്കെ ഉണ്ടാവുമായിരുന്നു. കാടുകളിലാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. നമ്മളോട് നടുവാട്ടോ. അത് കുറച്ച് മതി ചാണകപ്പൊടി. എവിടെയാണ് നടുകയെന്നറിയാതെ ഇങ്ങനെ നിർത്തിയേക്കുമായിരുന്നു. പിന്നെ അവസാനം നമ്മൾ ഈ പച്ചക്കറിയൊക്കെ നടുന്നതിൻ്റെ അവിടെ തന്നെ കൊണ്ടുവന്ന് നടാമെന്ന് വെച്ചു കേട്ടോ. മരത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു താഴ്ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും ഇതിൻ്റെ പഴം കൂടുതലായിട്ടുണ്ടാവുക. അതാണ് മൂട്ടിപ്പഴം എന്ന് പറയുന്നത്. ഒരു കുഴി എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് ചാണകപ്പൊടിയും പിന്നെ കുറച്ച് ചപ്പൊക്കെ ഇട്ടിട്ട് വിത്ത് വെക്കാൻ പോവാണേ. വാഴ വെച്ചതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കേട്ടോ നട്ടു കൊടുക്കുന്നത്. നമ്മളിവിടെ ഒരു പ്ലാവുണ്ട്. പ്ലാവിൻ്റെ അവിടെ ആയിട്ടാണ് നടുന്നത്. നമ്മൾ ആദ്യമായിട്ട് നീലക്കാച്ചിൽ പറിച്ച് വീഡിയോ എടുക്കുന്നത് ഇത് ഈ ഭാഗത്തു നിന്നായിരുന്നു കേട്ടോ. ഫസ്റ്റ് നീലക്കാച്ചിലിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ എന്തായാലും ഒരു കാച്ചിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചാണകപ്പൊടി, പിന്നെ കാച്ചിലിൻ്റെ ഒരു വിത്ത്, കുറച്ച് ചപ്പ് എല്ലാം കൂടെ കൂടി. ചപ്പ് വേണ്ടേ? കത്തി വേണം. വാഴ കളയണ്ട. കാച്ചിൽ ആദ്യം നട്ട സമയത്തെ കുറച്ച് കാച്ചിലമ്മ ഇവിടെയൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തലേ വർഷം നമ്മുടെ വീട് പണി നടക്കുന്ന സമയമായിട്ട് തലേ വർഷം പറിച്ചില്ല. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു കാച്ചിൽ പറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം കാച്ചിലും ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് പറിച്ചപ്പോഴേ അന്ന് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെയായിരുന്നു നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് അമ്മ. നമ്മളിപ്പോൾ മുകളിൽ വീടിൻ്റെ അവിടെ ആ ഭാഗത്തൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കാച്ചിലാണ് ഇപ്പോൾ വിത്തായിട്ട് എടുത്തിരിക്കുന്നത്. കുറച്ച് നമ്മൾ പുഴുങ്ങുകയും ചെയ്തു. ഇവിടെ കഴിഞ്ഞ വർഷം ഞങ്ങൾ നട്ടു കൊടുത്ത മൊത്തമാണ് ഹിറ്റാച്ചി കയറ്റിക്കളഞ്ഞത്. അടുത്ത് നമ്മൾ മുട്ടപ്പഴത്തിൻ്റെ ചുവട്ടിലായിട്ടാണ് നടുന്നത്. ഈ മുട്ടപ്പഴം കുറേ കാലമായി. ഇത് പൂവുണ്ടാവും കേട്ടോന്നറിയാം, പക്ഷെ അതങ്ങോട്ട് കായ്ക്കുന്നില്ല. ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ റിങ് ഇട്ട് കൊടുക്കുക മരത്തിന്, അതേപോലെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത് നിറയെ പൂവുണ്ടാവും, ഒരു ചെറിയ കായൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതങ്ങനെ കൊഴിഞ്ഞൊക്കെ പോവുക. സാധാരണ മുട്ടപ്പഴം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കായ്ച്ച് നിറയെ കായായിരിക്കുമല്ലോ. ഇത് കായ്ക്കുന്ന ഒരു പൂ വരുന്നുണ്ട്, ചെറിയ കായ് വന്നാലത് കൊഴിഞ്ഞൊക്കെ പോയി. ഇതുവരെ ഒന്നും പഴുത്ത് കിട്ടിയിട്ടില്ല. മറ്റേ വീഡിയോയിൽ കണ്ടുവെക്കുന്ന ഒരു റിങ്ങൊക്കെ ഇട്ട് കൊടുക്കണം. മരം കരിഞ്ഞു പോകുന്നതെന്ന് അറിയത്തില്ല. ഇട്ട് നോക്കണം. ഇപ്പോൾ പൂവുണ്ട്, ഇപ്പോൾ ഇടുന്നില്ല, പിന്നീട്. ചേമ്പ് പറിക്കാം കേട്ടോ. ഇത് കുറേ നാളായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ 2 പ്രാവശ്യം നേരത്തെ പറിക്കാനായിട്ട് മണ്ണൊക്കെ മാന്തി വയ്ക്കും, പിഞ്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും പറിക്കാം. ഇനി മഴയൊക്കെ പെയ്തുകൊണ്ട് ചിലപ്പോൾ ഇനി അത് നിർത്തിയാൽ ചിലപ്പോൾ നാശമായി പോകാനുള്ള സാധ്യതയുണ്ട്. മുള വരും, അപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ചേമ്പും കൂടെ പറിച്ചെടുത്തിട്ട് പോവാം. തടയൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട് കേട്ടോ. ഇത്രത്തോളം ചേമ്പുണ്ടാവുന്നൊന്നും അറിയത്തില്ലെന്ന്. പറിച്ച് നോക്കാം. ഇത് നേരത്തെ പൊട്ടി നിന്നായിരുന്നേ. കുറേ പൊട്ടിയിട്ട് നേരത്തെ എങ്ങാണ്ട് കളിച്ചെടുക്കാൻ നോക്കിയപ്പോൾ 2-3 പ്രാവശ്യം നോക്കിയതാട്ടോ ഇതൊന്ന് പറിക്കാനായിട്ട്. വരുന്നവർ നോക്കും, പക്ഷെ ഇതായിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പറിച്ചെടുക്കാം ഇനി ബാക്കി. അങ്ങോട്ടൊരു കുഴി ആയതുകൊണ്ടേ ആട്ടി അങ്ങ് പറിച്ചെടുക്കാവേ. അത്യാവശ്യം കിഴങ്ങുണ്ടെന്ന് തോന്നുന്നു.
മണ്ണൊക്കെ മാറ്റി അറിയാം. ചെറിയ ചെറിയ കിഴങ്ങൊക്കെയാണ് കേട്ടോ. ഒരുപാട് വലുപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാം ഈ ഒരു പരുവത്തിലേക്കുള്ള കിഴങ്ങുകളാണ്. ഇനി മണ്ണിൻ്റെ അടിയിലുണ്ടോ എന്ന് നോക്കണം. ഇതിലുള്ളതൊന്ന് പറിച്ചെടുക്കട്ടെ. ഒരു വലിയ കിഴങ്ങ് കിട്ടി കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള വലുതൊന്ന് കിട്ടിയിട്ടുണ്ട്. മുളച്ച് തുടങ്ങി കേട്ടോ. അത് അമ്മയ്ക്കും ഒന്ന് കിട്ടി. അങ്ങോട്ടാട്ടോ കിഴങ്ങുകൾ പോയേക്കുന്നത്. മൺതിട്ടയുടെ ഉള്ളിലേക്ക് ഈ താഴെ ഈ ഭാഗത്ത് വല്ലതും ഉണ്ടോ എന്ന്. ഏതാ വിത്ത് വന്നതായിരുന്നു. ആ ഇതിൻ്റെ അടിയിൽ വല്ലതും ഉണ്ടോ? ഇതിൽ വല്ലതും കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതിൽ പറിച്ചെടുക്കാനില്ലല്ലോ അമ്മ. നമ്മളാ തട പറിച്ചെടുത്തില്ലേ, അവിടെ തന്നെ ആ തടയും കുഴിച്ച് വെക്കുക കേട്ടോ. തട മുറിച്ചിട്ടൊക്കെ വെക്കാവേ. പക്ഷെ നമുക്ക് ഇപ്പം തന്നെ കുറേ തട അവിടെ ഇവിടെയൊക്കെ ഉള്ളതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒന്നും ഇത് മുറിച്ചാൽ തന്നെ വെക്കാനായിട്ടുള്ള സ്ഥലമില്ല. അപ്പോൾ ഇതങ്ങനെ വെച്ച് കൊടുക്കുക. ചെറിയ ചെറിയ കിഴങ്ങ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ. അത് പുഴുങ്ങാൻ പറ്റും. കത്തി ഉണ്ടായിരുന്നെങ്കിൽ കുറേ വേരൊക്കെ അങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് വെക്കാമായിരുന്നേ. കത്തിയൊന്നും കൊണ്ടുവന്നില്ല. നമുക്ക് കുറച്ച് മണ്ണ് കൂട്ടി കൊടുക്കുന്നുണ്ടേ. ചേമ്പ് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാവേ. നല്ല ചെളിയുണ്ട്. പറ്റുവാണെങ്കിൽ വൈകുന്നേരം പുഴുങ്ങാം. പിന്നെ നാളെ എപ്പോഴേലും പുഴുങ്ങാം. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇപ്പം നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കും. പിന്നെ രാത്രി ഇപ്പോൾ ചോറ് കഴിക്കലില്ല. അതേപോലെ ഒരു 6:30 മുന്നേ ആയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. ഇത്തിരി ലേറ്റായിട്ടുണ്ട്. 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വെയിറ്റൊക്കെ കുറയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വെജിറ്റബിൾ സാലഡാണ് ഇപ്പോൾ കഴിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ കഴിക്കാറ്. എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയുള്ളൂ. അത് എന്തെങ്കിലും അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കും കേട്ടോ. പിന്നെ ഞാൻ നോക്കലുണ്ട് എന്തെങ്കിലും രാത്രി കഴിക്കാനായിട്ട് പറ്റുന്ന ലൈറ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുക അതിനെപ്പറ്റി വലിയ ധാരണയില്ല ഇതുവരെ. അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ നോക്കണം. ഇതെന്ത് സംഭവം? പേര് പറയണ്ടേ? എനിക്കറിയില്ല. എന്തോ സംഭവം. ക്യാബേജല്ലേ? ക്യാബേജ് പണിത്തിരില്ലേ? അയ്യോ എനിക്കറിയാമായിരുന്നല്ലോ. ഇപ്പം മറന്നുപോയി. എന്തായാലും കുഴപ്പമില്ല. അത് എടുത്തിട്ടുണ്ട്. ഈ സാധനം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്കതിൻ്റെ പേരൊന്നും അറിയായിരുന്നു. ഇപ്പം മറന്നുപോയത്. ചിലപ്പോൾ ഓർമ്മ വരുമായിരിക്കും. അത് കുറച്ചധികം ഒരു 4 ഇലയിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, കുക്കുംബർ, പുതിനയുടെ ഇല. എനിക്ക് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ആദ്യം ഒരു 2 ദിവസം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിക്കുമ്പോൾ അത് നേരത്തെ കഴിച്ച് കഴിയുമ്പോൾ വിശപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓക്കെ ആട്ടോ. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. പിന്നെ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വയം അങ്ങനെ ചെയ്യുന്നതല്ല. നമ്മൾ വെയിറ്റ് ലോസ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞുതരും നമ്മളെന്താ ഫുഡ് കഴിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. വെയിറ്റൊക്കെ കുറയുവാണെങ്കിൽ ഏത് പേജാണ് ആരാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ പറയാം കേട്ടോ. 2-3 ദിവസമായിട്ടുള്ളൂ. വർക്കൗട്ട് ഞാൻ ചെയ്തായിരുന്നു കേട്ടോ. 1 മണിക്കൂറോളം വർക്കൗട്ടുണ്ട്. കുളിക്കാൻ പോകുന്നതിന് മുന്നേ പോയിട്ട് വർക്കൗട്ട് കൂടെ ചെയ്തിട്ടാണ് കുളിക്കാൻ പോയത്. വയറിൻ്റെ അവിടെയൊക്കെ വയറ് നന്നായിട്ടുണ്ട്. വയറിൻ്റെ അവിടെയൊക്കെ നല്ല പിടുത്തം. അപ്പോൾ കുക്കുംബർ തോലൊന്നും കളഞ്ഞിട്ടില്ലേ, അങ്ങനെ തന്നെ അരിഞ്ഞിടുക. കുറച്ച് പുതിനയുടെ ഇല,
കുറച്ച് നാരങ്ങാനീര് ഒഴിക്കുന്നുണ്ട് ഇതിൽ. കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഞാൻ തന്നെ പൊടിച്ച ചില്ലി ഫ്ലേക്സ്, നല്ല എരിവാട്ടോ, ഒരു രക്ഷയില്ല, ഇച്ചിരി ഇടുന്നുള്ളൂ. ഇച്ചിരി ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇടുന്നുണ്ട്, ചെറിയൊരു മണത്തിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല കട്ട തൈര് കേട്ടോ, നന്നായിട്ട് പാലൊക്കെ കുറച്ച് കുറുക്കി കുറച്ച് വെള്ളം വറ്റിച്ചിട്ട് കുറേ ഒഴിച്ചാണ്. കട്ട തൈര് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നാൽ പുറത്ത് നല്ല തണുപ്പായിട്ടൊന്ന് മഴയൊന്നും ചാറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ പോയി. തണുപ്പുണ്ട്. ഇത് തൈരിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പുളിയില്ലാത്ത തൈര്. ഇനി കിടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. പിള്ളേരൊക്കെ കിടന്ന് രണ്ടുപേരും ഉറങ്ങി, നേരത്തെ ഉറങ്ങി. തന്നെ ഇടയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം നേരത്തെ കിടന്നുറങ്ങി. കുഞ്ഞു ഉറങ്ങിയേക്കുവാണേ ചെറുക്കൻ. അവൻ ഇനിയിപ്പോൾ എഴുന്നേക്കും, കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ എഴുന്നേക്കും. എഴുന്നേറ്റ് പാലൊക്കെ കുടിച്ച് മിക്കവാറും ഇപ്പോൾ ഉറങ്ങിയേക്കുന്നതുകൊണ്ട് ഇനി എഴുന്നേറ്റ് കുറേ നേരം കളിച്ചിട്ടൊക്കെ ഉറങ്ങത്തുള്ളൂ. ഞങ്ങൾ എന്തായാലും കിടക്കാൻ പോവാം. നല്ല തണുപ്പുണ്ട്. ഒരു മഴയൊക്കെ വന്നായിരുന്നേ, മഴയൊക്കെ അങ്ങ് പോയി. ഇപ്പോൾ നല്ല തണുപ്പ്, മഴ എവിടെയോ പെയ്തിട്ടുണ്ട്, അതിൻ്റെ തണുപ്പ്. കിടക്കാൻ പോകാം, അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ, ടേക്ക് കെയർ.